ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആകെ കലപ്പിലേക്കണം, എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷത്തോടു കൂടി പറയുന്നത്. നമ്മൾ ഡ്രസ്സുകളൊക്കെ ഓണത്തിനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കിടിലൻ ഡ്രസ്സുകളും അടിപൊളി ഓഫറുകളും, എന്താ പറയുക, ഒരു കൊട്ടോളം തുണികൾ എടുത്തിട്ട് വെറും തുച്ഛമായ വിലയായിട്ടുള്ളൂ. ഭയങ്കര സന്തോഷം. ഇത്രയും ഡ്രസ്സ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ എൻ്റെ അമ്മയ്ക്കും അങ്ങനെ ഒന്നോ രണ്ടോ മാക്സി മാത്രം എടുക്കാൻ പോയതായിരുന്നു. പക്ഷെ അവിടെ പോയി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പിള്ളേർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ നമുക്ക് പോകുന്ന മുതലുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ പട്ടിക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരുപാട് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചെന്നല്ലാട്ടുണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. ഓരോന്നിങ്ങനെ അവിടുത്തെ സ്റ്റാഫ് വലിച്ച് വാരി ഇടുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഏതെടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒന്നോ രണ്ടെണ്ണം എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ എടുക്കും, അപ്പോൾ അതിലേക്ക് കണ്ണു പോകും. അതുപോലെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്ന് എടുക്കുക, പിന്നെ അവർ പുതിയ എന്താ പറയുക ബണ്ടിൽ താഴത്തേക്ക് ഇറക്കുമ്പോൾ അപ്പോൾ അത് കണ്ണിൽ പിടിക്കും, അപ്പോൾ ഞാൻ അത് മാറ്റും. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ ഒരു 4-5 മാക്സി എടുത്തു. മാക്സികൾ തന്നെ ഒരുപാട് മോഡൽ മാക്സികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ കോളറുള്ളത്, അതുപോലെ ഞെറിയുള്ള മോഡൽ, അങ്ങനത്തെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ നമ്മുടെ അംബ്രല്ല കട്ടിങ്, അതുപോലെ ഫ്രോക്ക്, അങ്ങനത്തെ സൈസ് മാക്സികളൊക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. മാക്സ് ഒക്കെ എടുത്തിട്ട് നേരെ ഞാൻ പോയത് ഇവിടെ കുഞ്ഞാറ്റിക്ക് പിള്ളേർക്കുള്ള ജസ്റ്റ് ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനത് എടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല പോയത്, എന്നാലും വെറുതെ അങ്ങനെ പോയപ്പോൾ എന്താ പറയുക, നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ വിലയും നല്ല കുറവായിരുന്നു. പിന്നെ എന്തായാലും എടുക്കാതെ പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഷർട്ടും അതുപോലെ കുഞ്ഞാറ്റിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂ ബോൺ ബേബീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുഞ്ഞു മിഡികൾ ഉടുപ്പുകളൊക്കെ കാണാൻ എന്ത് രസമാച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് 2 എണ്ണം കുഞ്ഞാറ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൊരു ഷർട്ടും ട്രൗസറും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ അടുത്ത സെക്ഷൻ എന്താ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കളക്ഷൻസ്. ഇതെന്താ നമ്മുടെ 3/4 പലാസ, അങ്ങനത്തെ ഒരുപാട് പല വെറൈറ്റി കളറുകളിലും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവിടെ പോയപ്പോൾ അതെല്ലാം കൊട്ടയിലാക്കിയിട്ട് പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാനിതാ ഈ ഒരു ടീഷർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പലാസ പാൻറ്റൊക്കെ കേട്ടോ. പക്ഷെ ഞാനത് നോക്കിയെന്നല്ലാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഓണത്തിനായിട്ട് കുഞ്ഞാറ്റിക്കും ഇവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവസാനം എത്ര പൈസ ആയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് 3/4 ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് പകരം നമുക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലെഗിൻസ് പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അടുത്ത ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ സനുവിനൊക്കെ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ചെന്നപ്പോൾ എൻ്റെ എന്താ പറയുക മൈൻഡൊക്കെ മാറി. ഏതെടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്കിപ്പോൾ ഒരു കടയിൽ ചെന്ന് ഒത്തിരി സാധനങ്ങൾ കാണുമ്പോൾ അതിൽ ഏതെടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആവും. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും, അപ്പോൾ അത് മാറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം അവരുടെ അടുത്ത് തന്നെ എടുത്തു തരാൻ പറയേണ്ട ഒരു അവസ്ഥ വന്നു എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ഇനി ഇറങ്ങി പോരണമെന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഇനിയും വാങ്ങിക്കൂട്ടണമെന്നുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിച്ചതിന് കയ്യും കണക്കില്ലാത്ത ദിവസം തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ടൊരു ഓണത്തിന് ഡ്രസ്സ് എടുക്കൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ മോളിൽ നിന്ന് മാക്സിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. എന്നിട്ട് ബില്ലടിക്കാനുള്ള കൗണ്ടറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ എല്ലാതും സെറ്റാക്കി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയത്. അത് ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ എല്ലാവരും കാണണേ. അങ്ങനെ അത് തിരിച്ചു പോരുമ്പോൾ അവൻ ഫാൻസി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എനിക്കൊരു പൊട്ടും പിന്നെ സനുവിനെ സ്കൂളിലേക്ക് പോകുമ്പോൾ റിബൺ കെട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂ റിബനും വാങ്ങാനാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ചുമ്മാ എന്തായാലും കയറിയതല്ലേ, വെറുതെ ഇറങ്ങി പോരണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കൂട്ടിയതാണ് കേട്ടോ. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ കുഞ്ഞാറ്റി ആയാലും സനു ആയാലും എപ്പോഴും ചോദിക്കുന്നത് പാപ്പാന്ന്. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 എണ്ണം അച്ഛനും അമ്മയ്ക്കും സനുവിനും എനിക്കും. കുഞ്ഞാറ്റ് പിന്നെ അങ്ങനെയൊന്നും കഴിക്കില്ല, ഒരു കുഞ്ഞൊരു കഷ്ണം കൊടുക്കുള്ളൂ. അപ്പോൾ 4 പപ്സൊക്കെ വാങ്ങി. പിന്നെ എന്താ പറയുക, മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി കഷ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡ്രസ്സുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഏതൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കായാലും ഒരുപാട് എന്താ പറയുക വെറൈറ്റി
പുതിയ പുതിയ മോഡലുകളും കണ്ണ് തള്ളണ പോലത്തെ കളറുകളും ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടുത്തെ. അതിലുപരി അതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത്രയും തോനെ തുണികൾ ഞാൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല. ഡ്രസ്സ് എടുത്ത് കൊടുന്നതിൽ ഭയങ്കര സന്തോഷമായിട്ട്, എന്താ പ്രതീക്ഷിക്കാത്ത അത്രയും ഡ്രസ്സുകളല്ലേ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു വിഷമമുണ്ട്, എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് എനിക്ക് മാത്രമേ ഞാൻ ഡ്രസ്സ് എടുത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാനെന്താ വിചാരിച്ചാൽ ഏട്ടൻ്റെ കൂടെ പോയി എടുക്കുക. പിന്നെ അതല്ല, ഒരുപാട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി, ഏതാ എടുക്കേണ്ടത് എന്താ എടുക്കേണ്ടതെന്ന് ഉള്ള കൺഫ്യൂഷനായിരുന്നു. അത്യാവശ്യം ഇതന്നെ പിടിച്ചു വരാൻ നല്ലൊരു കനം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നാണ് ടൈം വീഡിയോ എടുക്കുന്നത്, അതായത് ചൊവ്വാഴ്ച. അപ്പോൾ നാളെ ബുധൻ, മറ്റന്നാൾ വ്യാഴാഴ്ചയാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷെ ബർത്ത്ഡേക്ക് പോലും പുതിയതായിട്ട് ഇടാൻ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഒരു ടോപ്പ് എടുക്കായിരുന്നു, ബർത്ത്ഡേക്ക് ഇടായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പോട്ടെ, ഏതെങ്കിലും ഉള്ള ഡ്രസ്സ് ഇടും. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സുകൾ കാണാം. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയണില്ല. നമ്മളിപ്പോൾ ഒരു സൈഡിലാണല്ലോ ഫോൺ വെച്ചിരിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും കാട്ടിത്തരാം. ഇപ്പോൾ അടുത്തുള്ള ശബ്ദങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ച്, ഒരുപാട് കോഴി കൂക്കണേൻ്റെയും ആടിൻ്റെയൊക്കെ ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും വേണ്ടിയാണ്. നമുക്ക് എന്തായാലും ഡ്രസ്സുകൾ കാണാം. ഞാൻ എന്താ പറയുക, ശരിക്കും മാക്സി എടുക്കാൻ മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം മാക്സി കാണാനാ. എനിക്ക് മാക്സിയോൾ വരെ കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷനായിരുന്നു കേട്ടോ, ഏതാ എടുക്കേണ്ടത്. ഒരുപാട് റേറ്റ് കുറവാണ്, ഒരുപാട് സെലക്ഷനുകളുണ്ടായിരുന്നു, കുറേ ടൈപ്പിൽ. അവരിങ്ങനെ ഒരുപാട് വലിച്ചിടുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഏതാ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചെന്നപ്പോൾ 2 മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ അവർ ഒരുപാട് വലിച്ചിടുമ്പോൾ കൺഫ്യൂഷനായി, ഇതിലിപ്പോൾ ഏതാ എടുക്കേണ്ടത്. അവസാനം ഞാൻ ഇതായി 5 ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ 5 എന്ന് വെച്ചാൽ കറക്റ്റ് 5 പേർക്കുള്ളതാണ്. ഒന്ന് എൻ്റെ അമ്മയ്ക്ക്, ഒന്ന് മേമയ്ക്ക്, ഒന്ന് അമ്മമ്മയ്ക്ക്, ഒന്നിവിടെ അരുണേട്ടൻ്റെ അമ്മയ്ക്ക്, പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത വീട്ടിലത്തെ വല്യമ്മയ്ക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ 2 നീലും സെയിം ആണ്, പക്ഷെ ഇതിലത്തെ വർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. എന്തായാലും ഒരാളല്ലല്ലോ ഉപയോഗിക്കുന്നത്, 5 പേർക്കുള്ളതല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കളർ എടുത്തത്. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇതാ ഞാൻ അടുത്തത് എടുത്തത്, ഇവിടെ അച്ഛനൊരു ഷർട്ടാണ്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഷർട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും ഇടാമെന്ന് തോന്നണം. ഇത് അച്ഛനെ കാണിച്ചു കൊടുത്തിട്ടില്ല, അതിപ്പോൾ പാകമാവുമെന്ന് വിചാരിക്കണം. സൈസൊക്കെ ഞാൻ ഓൾറെഡി നോക്കിയിട്ടാണ് പോയത്, 40 ആണ് കേട്ടോ. അത് കാണാനും നല്ല രസമുണ്ട്. കളറ് ഞാൻ ഇതാണ് കേട്ടോ അച്ഛനെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 2 കാവിമുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനോട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടത്, ഷർട്ടാണോ അത്. അപ്പം അച്ഛൻ പറഞ്ഞ് കാവിമുണ്ട് മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കാവിമുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് മേമ്മയുടെ കുട്ടിക്ക്, ചെറിയ കുട്ടിയുണ്ട്, അപ്പോൾ അവന് ഞാൻ ട്രൗസറും ഷർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടതൊക്കെ. പിന്നെന്താ, നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ അതേപോലെ തന്നെ ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കുഞ്ഞാറ്റ ഇടുന്നത്. ഇത് പിന്നെ ഇത് 2 പലാസ പാൻറ് എടുത്തിട്ടുണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് ക്രീമും. പിന്നെന്താ, ഞാൻ സനുവിന് ഡ്രസ്സ് എടുത്തില്ല. സനുവിനെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രസ്സുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എടുക്കാമെന്ന് വെച്ചാലും ഞാൻ വിചാരിച്ചാൽ അവളെ കൊണ്ടുപോയിട്ട് എടുക്കാമെന്നാണ് കേട്ടോ. എന്തായാലും ഞാൻ അവളെ തന്നെ ഒരു ദിവസം കൊണ്ടുപോയിട്ട് എടുക്കണം. പിന്നെ ഇതാ ഞാനൊരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അനിയൻ്റെ മോൾക്കാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര നന്നായിട്ട് ചേരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഓണത്തിനായിട്ട്. പിന്നെ ഇതാ ബാക്കി കുറച്ച് ഇന്നേഴ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങി.
പിന്നെ ദേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയെന്ന്. അതെന്തായാലും പറയാം. ഞാൻ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഷർട്ടും ട്രൗസറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, അത് അവിടെ തന്നെ വെച്ച് പോന്നു. പക്ഷെ അതൊന്നുമല്ല രസം. അതിലുപരി ഈ 5 മാക്സി എടുത്തതിൽ ഒരെണ്ണം മാത്രം കുറച്ച് ഷോർട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവിടുന്ന് എല്ലാം കൂടിയിട്ട് നോക്കിയപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും പെട്ടെന്ന് തിരിച്ച് അതേപോലെ തന്നെ അവിടേക്ക് പോയിട്ടോ. അപ്പം എന്തായാലും പോയപ്പോൾ നമ്മൾ മാക്സിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതുപോലെ കുഞ്ഞാറ്റയ്ക്ക് അവിടെ എടുത്ത് വെച്ച ആ ഷർട്ടും ട്രൗസറൊക്കെ എടുത്തിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇതാ സനുക്കുട്ടി സ്കൂൾ വിട്ട് വന്ന സമയമായിരുന്നു. അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സനുവിനെയും കൂടി കൊണ്ടുപോയ സ്ഥിതിക്ക് അവൾക്ക് ഞാൻ ജീൻസും അതുപോലെ ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ എനിക്ക് ഒന്നൊരു ഫ്രോക്കും പിന്നെ സാധാരണ ജീൻസിന് ഇടാൻ പറ്റിയൊരു ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ പരാതി ഞാൻ തീർത്തു. പിന്നെ എന്തായാലും എടുക്കുമ്പോൾ ഒന്നിച്ചവിടെ എടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അച്ഛനും അരുണേട്ടനും എടുത്തു കേട്ടോ. എൻ്റെ അച്ഛൻ ആ നീല ഷർട്ടും അരുണേട്ടൻ അതേ ഒരു ഗ്രേ കളറ് ഷർട്ടും ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കുള്ള ഓണക്കോടി ഞങ്ങൾ ഇപ്പം തന്നെ എടുത്തു. അപ്പം ഹാപ്പിയായി. പിന്നെ ഇതാ എൻ്റെ 2 അനിയന്മാർക്ക് മാത്രം ഷർട്ടും ഒന്നും എടുത്തിട്ടില്ല. അതിനുള്ള കാരണം നമ്മളെടുത്താലൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് നല്ല മോഡൽ അവരുടേതായ ട്രെൻഡിങ് ആണ് കേട്ടോ അവർക്ക് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവർക്ക് എടുക്കാത്തത്. അവർക്ക് ഇഷ്ടപ്പെടുത്തിട്ട് അവരെടുക്കട്ടെ. അപ്പോൾ എന്തായാലും ഹാപ്പിയായി. എല്ലാവർക്കും ഓണക്കോടി കിട്ടിയ പുതിയ വീഡിയോ ആയിട്ട് വരാം.